നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM SDPI ബന്ധത്തെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം ക്ഷുഭിതനായി. ഞായറാഴ്ച മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു CPI SDPI ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചത്. SDPIയുമായുള്ള CPMന്റെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം അത് മുഖ്യമന്ത്രിയെ വലിയ രീതിയിൽ അസ്വസ്ഥനാക്കിയിരിക്കുകയാണ്. ചോദ്യങ്ങളിൽ അദ്ദേഹം അക്ഷമനായി. അക്കാര്യം SDPIക്കാരോട് പോയി ചോദിക്കുക എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. മാധ്യമങ്ങൾക്ക് പ്രത്യേക അജണ്ടയുണ്ടെന്ന കുറ്റപ്പെടുത്തലും മാധ്യമങ്ങൾക്ക് നേരെ മുഖ്യമന്ത്രി ചുമത്തി. പ്രത്യേക അജണ്ടയുമായി വന്നതാണെങ്കിൽ അത് മാറ്റിവെച്ചാൽ മതി. SDPIയെ കുറിച്ച് താനാണോ മറുപടി പറയേണ്ടത്? അത് SDPIക്കാരോട് ചോദിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തങ്ങൾ എല്ലാത്തരം വർഗീയതകളെയും ഒരുപോലെ എതിർക്കുന്നുവെന്നും ഒരു വർഗീയ ശക്തിയുമായും CPMന് ബന്ധമില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ SDPI വോട്ടുകൾ വേണ്ടെന്ന് വെക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി അദ്ദേഹം കഴിഞ്ഞ ദിവസവും നൽകിയിരുന്നില്ല. UDFനാണ് ഇത്തരം സംഘടനകളുമായി വോട്ട് കച്ചവടം ഉള്ളതെന്നും തനിക്കെതിരെയുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങളുടെ പ്രത്യേക അജണ്ടയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചില മണ്ഡലങ്ങളിൽ SDPI സ്ഥാനാർത്ഥികളെ പിൻവലിച്ചതും LDF സ്ഥാനാർത്ഥികൾ അവരുടെ വോട്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞതും സംബന്ധിച്ച ചോദ്യങ്ങളും അദ്ദേഹത്തെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചു. ഇയാൾക്ക് വേറെന്തോ സൂക്കേടാണ് കേട്ടോ എന്നായിരുന്നു ഒരു മാധ്യമ പ്രവർത്തകനോട് മുഖ്യമന്ത്രിയുടെ മറുപടി. തങ്ങൾക്കൊരു വർഗീയ ശക്തിയോട് ബന്ധമില്ലെന്നും എല്ലാ വർഗീയതകളെയും ഒരേപോലെയാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും രണ്ടിനോടും ഒരേ സമീപനമാണ്. വർഗീയ സംഘടനകളോട് എക്കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഗീയ സംഘടനകളുമായി സഖ്യമുണ്ടാക്കുന്നതും പിന്തുണ സ്വീകരിക്കുന്നതും UDF ആണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. UDFനെ നല്ലതാക്കി കാണിക്കാനും പഴി LDFനുമേൽ ചാർത്താനുമാണ് മാധ്യമങ്ങളുടെ ശ്രമം. വാർത്താ സമ്മേളനം ഒരു സംവാദത്തിനുള്ള വേദിയായി മാറ്റരുത്, മറ്റ് അജണ്ടകൾ ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കരുതെന്നും മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. തന്റെ നിലപാട് വ്യക്തമാക്കിയതാണ് ഈ ഒരു വിഷയത്തിലെന്നും ഈ വാർത്താ സമ്മേളനം അലങ്കോലമാക്കാൻ ശ്രമിക്കരുതെന്നും മുഖ്യമന്ത്രി താക്കീത് നൽകി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.